ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോലീസ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അർച്ചനയോട് ചോദിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അർച്ചന അതുപോലെ പോലീസിനോട് പറയുന്നു. മുഴുവൻ CCTV ദൃശ്യങ്ങളും എടുക്കണം, പിന്നെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈൻറ്റ് എഴുതി തരണമെന്നും പറയുന്നു. പിന്നെ അർച്ചനയ്ക്കൊരു താങ്ക്സ് പറയുന്നു വിവരങ്ങൾ തന്നതിന്. അർച്ചനയുടെ ഈ ഇടപെടൽ കാരണമാണ് കുഞ്ഞിനെ തിരികെ കിട്ടിയതെന്നും പറയുന്നു. ഞാൻ മാത്രമല്ല സർ, ഇവരെല്ലാവരും എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് എനിക്കതിനെ സാധിച്ചത് എന്ന് അർച്ചന അവരോട് പറയുന്നു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോളാം, അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. അവർ പോയ സമയം ഇന്ദു അർച്ചനയോട് പറയുന്നു, അർച്ചനയോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. ഞാനും എൻ്റെ മോളും എന്നും അർച്ചനയോട് കടപ്പെട്ടിരിക്കും. അതിൻ്റെ ആവശ്യമില്ല ചേച്ചി, എൻ്റെ മോൾക്കാണ് ഇത് സംഭവിച്ചത് എങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യും. ഇനി നിന്ന് സമയം കളയണ്ട, മോളെ വാക്സിൻ എടുപ്പിക്ക്, ദാ ചെല്ല് എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ ഇന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അവരിപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുന്നു. സിസ്റ്റർ പുറത്തേക്ക് വന്ന് അർച്ചനയോടും സന്ദീപിനോടും പറയുന്നു, നിങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണം, കുഞ്ഞിനെ കാർഡിയാക് സർജനെയും കൂടി ഒന്ന് കാണിക്കണം. ടെൻഷൻ ആവുകയാണ് അർച്ചനയും സന്ദീപും. ഇതേസമയം നെല്ലിശ്ശേരിയിൽ അവന്തിക മുറിയിലിരിക്കുന്നു. അവന്തികയുടെ ഫോണിലേക്കൊരു കോൾ വന്നിട്ടുണ്ട്. വിളിക്കുന്നത് അവന്തിക ഏർപ്പാടാക്കിയ അയാളും. എന്തായി, എല്ലാം ഓക്കെ അല്ലേ എന്ന് അവന്തിക അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, മേഡം പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തു, പക്ഷേ അവിടെ ഉണ്ടായ കാര്യം അയാൾ അവന്തികയോട് പറഞ്ഞു. അർച്ചനയാണ് മേഡം നമ്മുടെ എല്ലാ പ്ലാനും തകർത്തതെന്ന് അയാൾ പറയുമ്പോൾ ദേഷ്യത്തോടെ ഫോൺ വയ്ക്കുകയാണ് അവന്തിക. ഇതേസമയം ഹോസ്പിറ്റലിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ദീപും അർച്ചനയും. ഡോക്ടർ പുറത്തേക്ക് വന്നു. 1-2 ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. കാർഡിയാക് സർജനുമായി ഞാൻ സംസാരിച്ചു. എൻ്റെ ഊഹം ശരിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പാനിക് ആകരുത്. എന്താ ഡോക്ടർ, എന്താണെങ്കിലും പറയൂ എന്ന് അർച്ചന ചോദിക്കുന്നു. ഇപ്പോഴത്തെ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഇത് കേട്ട് രണ്ടുപേരും ഞെട്ടി. കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിലൊരു ഹോളുണ്ട്. അതുകൊണ്ടാണ് ബ്രീത്തിങ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നതും വല്ലാണ്ട് കരയുന്നതും. ഇത് സർജറിയിൽ കൂടി മാറ്റാവുന്നതേ ഉള്ളൂ, പക്ഷേ ഈ പ്രായത്തിൽ ആ സർജറി ചെയ്യാൻ സാധിക്കില്ല. 1 വയസ്സെങ്കിലും കഴിയണം അതിന്. അതുവരെ മരുന്ന് കൊടുക്കണം. റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ മരുന്ന് എഴുതി തരാമെന്നും. കുഞ്ഞ് കൂടുതൽ നേരം കരയുന്നത് ശ്രദ്ധയിൽ കേട്ടാൽ ഉടനെ മരുന്ന് കൊടുക്കണം. എന്നിട്ട് മാറിയില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും പറയുന്നു. കാർഡിയക് സർജൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ചില കുഞ്ഞുങ്ങൾക്ക് 1 വർഷം മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സർജറി ഒഴിവാകാം. മരുന്നിൽ തന്നെ ശരിയായി എന്നും വരും. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. എന്തായാലും മരുന്ന് മുടങ്ങാതെ കൊടുക്കണമെന്നും. ഞാൻ മുറിയിലുണ്ടാകും, വന്നാൽ മതി, ഞാൻ മരുന്ന് എഴുതി തരാമെന്നും ഡോക്ടർ പറയുന്നു. രണ്ടുപേരും ഇത് കേട്ട് വല്ലാണ്ട് വിഷമിക്കുന്നു. സന്ദീപെ, ഈ സമയത്ത് നമ്മൾ തകർന്നു നിന്നിട്ട് കാര്യമില്ല. ഇനി അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത്. എനിക്ക് അർച്ചന പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് സന്ദീപ് പറയുന്നു, എനിക്കൊന്നും അറിയില്ല എടത്തി, എൻ്റെ കൈയും കാലും ഒന്നും ഉറയ്ക്കുന്നില്ല. എൻ്റെ കാര്യം ഓർത്തിട്ടല്ല ആതിരയോട് ഞാൻ ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? എടത്തി, നമുക്കിതിപ്പോൾ ആതിരയോട് പറയണോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോൾ മരുന്ന് കൊണ്ട് നമ്മുടെ മോളുടെ അസുഖം മാറിയാലോ? 1 വർഷം കഴിഞ്ഞ് സർജറി കൊണ്ട് മാറിയാൽ അവളെ അറിയിച്ചാൽ പോരെ എന്ന് പറയുന്നു. ശരിയാണ്, നമ്മുടെ അവസ്ഥ മറ്റാർക്കും നമ്മളായിട്ട് കൊടുക്കണ്ടെന്ന് അർച്ചന പറഞ്ഞു. പക്ഷേ 1 വർഷം മരുന്ന് മുടങ്ങാതെ കൊടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പോൾ പിന്നെ ആതിരയെ അറിയിക്കാതെ എങ്ങനെയാണെന്ന് സന്ദീപ്. അത് നീ ഓർക്കണ്ട, മറ്റാരും അറിയാതെ മോൾക്ക് മരുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് അർച്ചന പറഞ്ഞു. അതിന് എന്തെങ്കിലും വഴി ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുമെന്നും അർച്ചന പറയുന്നു. ഈ സമയം കുഞ്ഞുമായി സിസ്റ്റർ അവിടേക്ക് വന്നു. അർച്ചന കുഞ്ഞിനെ വാങ്ങിച്ചു. സ്നേഹത്തോടെ കുഞ്ഞിന് ചുംബനം കൊടുക്കുകയാണ് അർച്ചന. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല, അമ്മയുടെ സ്ഥാനത്ത് ഈ വല്യമ്മയുണ്ടാകും എന്നൊക്കെ അർച്ചന പറഞ്ഞു. എടുത്ത് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകൂ, ഞാൻ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നോളാമെന്ന് സന്ദീപ് പറയുന്നു. വാക്സിൻ എടുത്തിട്ട് ഞാനും മോളും പോകാം, സന്ദീപ് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞുമായി പോകുന്നു. ഇത്രയും നേരമായിട്ടും ആതിരയ്ക്ക് ബോധം വന്നിട്ടില്ല. ആതിരയുടെ തൊട്ടരികിൽ തന്നെയാണ് അവന്തികയും ഇരിക്കുന്നത്. ഇപ്പോൾ ചെറുതായി ആതിരയ്ക്ക് ബോധം വരുന്നു. ആതിര ഇപ്പോൾ എണീക്കുന്നു. നീ നോക്കണ്ട, നീ അന്വേഷിക്കുന്നവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. സംഭവമൊക്കെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. നീ മയങ്ങിക്കിടന്നുകൊണ്ട് അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. നീ മയങ്ങി വീഴുകയും ചെയ്തു. സന്ദീപും അർച്ചനയും നിന്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പോയിട്ട് വരട്ടെ എന്ന് അവന്തിക പറയുന്നു. എനിക്ക് നേരത്തെ എന്താ പെട്ടെന്ന് പറ്റിയത്? ഞാൻ എങ്ങനെയാ ബോധം കെട്ടത്?
എനിക്ക് ആതിര പറയുമ്പോൾ ബോധം കെട്ടതല്ല, മനഃപൂർവ്വം നിന്നെ ബോധം കെടുത്തിയതാണെന്ന് അവന്തിക പറഞ്ഞു. നിന്റെ ചേച്ചി നിന്നെ ബോധം കെടുത്തിയിട്ട് അവൾ അവളുടെ കാര്യം നടത്തി. നീ മയങ്ങി വീഴുന്ന സമയത്ത് അവൾ അതിവിദഗ്ധമായി നിന്നെ പറ്റിച്ചു. നിന്റെ ശല്യമില്ലാതെ അവൾക്ക് കുഞ്ഞിനെ കുറച്ചുനേരം ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. അത് അവൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നിനക്ക് എങ്ങനെയാണ് ബോധം പോയത് എന്നറിയോ? ഞാൻ കൊണ്ടുവന്ന പാല് കുടിച്ചിട്ട് എന്ന് അവന്തിക പറയുമ്പോൾ ആ കാര്യം ആതിര ആലോചിക്കുന്നു. ഞാൻ അടുക്കളയിൽ നിനക്കുള്ള പാല് തിളപ്പിച്ച് വെച്ചപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ഞാൻ സംസാരിച്ച് ഫോൺ വെച്ചപ്പോൾ എന്നിട്ട് തിരികെ വന്നപ്പോൾ അർച്ചന അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ് അവളുടെ മുഖത്ത് ഒരു കള്ള ലക്ഷണം. പിന്നെ നിന്റെ ബോധം പോയപ്പോൾ എനിക്ക് മനസ്സിലായി പാലിൽ അവൾ എന്തോ ചേർത്തു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? നീ വീണപ്പോൾ ഞാൻ പറഞ്ഞതാ നീ എണീറ്റിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകാമെന്ന്. അർച്ചന സമ്മതിക്കണ്ടേ? അവൾക്ക് അപ്പോൾ പോയേ പറ്റൂ. നീ ഉണർന്നാൽ അവളുടെ ഉദ്ദേശം നടക്കില്ലല്ലോ. സന്ദീപാണെങ്കിൽ അങ്ങനെ ഒരു കിഴങ്ങൻ. അവൾ പറയുന്നത് കേട്ട് തുള്ളാനാണ് അവൻ നിൽക്കുന്നത്. സപ്പോർട്ടിനെ അച്ഛനും. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ കുഞ്ഞിൻ്റെ അമ്മയെ മയക്കി കിടത്തിയിട്ട് വല്യമ്മ കൊച്ചിനെയും കൊണ്ട് നടക്കുന്നത്? നൊന്ത് പ്രസവിച്ച നിനക്ക് പുല്ല് വില. അർച്ചനയ്ക്ക് ഏതായാലും ലോട്ടറി അടിച്ചതുപോലെ സ്വന്തമായിട്ട് ഒരു കൊച്ചിനെയും കിട്ടി. അതിലെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് അവൾ നിന്നെ ഒഴിവാക്കാൻ ഉറക്കം മരുന്ന് ഉപയോഗിച്ചു. നാളെ ഒരു സമയം നിന്നെ എന്നേക്കുമായി ഒഴിവാക്കണമെന്ന് അവൾക്ക് തോന്നിയാൽ നിനക്ക് അവൾ ചിലപ്പോൾ വിഷവും തരും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ആതിര വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിന് വേണ്ടിയാകുമ്പോൾ ചിലപ്പോൾ അവൾ അതിനും മടിക്കില്ല. സൂക്ഷിച്ചും കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാമെന്നും അവന്തിക പറയുന്നു. ഇതേ സമയം സേതു അവിടേക്ക് വരുന്നു. ആതിര എഴുന്നേറ്റോ? മോൾക്ക് പെട്ടെന്ന് വയ്യാതായപ്പോൾ സന്ദീപും അർച്ചനയും കൂടി കുഞ്ഞിനെയും കൊണ്ട് പോയെന്ന് സേതു. അതെന്താ ഞാൻ ഉണരില്ല എന്ന് കരുതിയോ? അതോ അങ്ങനെ വരുത്തി തീർത്തോ എന്ന് ആതിര. മോൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യത്തെ വാക്സിനേഷൻ അല്ലേ, അപ്പോൾ അത് മുടക്കാൻ പറ്റുമോ എന്ന് സേതു ചോദിക്കുന്നുണ്ട്. അവന്തികയെടുത്ത് ഈ മനക്കിയുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവരെ ആരെങ്കിലും അച്ഛനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണെന്ന്. ഇത് കേട്ട് സേതു പറയുന്നു, അങ്ങനെയൊന്നുമില്ല, എല്ലാം നിനക്ക് തോന്നുകയാണ്. നീ ഇത്രയ്ക്ക് ക്ഷോഭിക്കാൻ മാത്രം ഇവിടെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയം പുറത്ത് ഒരു ഹോണടി കേൾക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ആതിര എണീച്ച് അവിടേക്ക് പോവുകയാണ്. അർച്ചന കുഞ്ഞുമായി വരുന്നു, പിന്നെ കുറച്ച് മരുന്നുകളും. ഈ സമയം ദേഷ്യത്തോടെ ആതിര അവിടേക്ക് വരുന്ന കുഞ്ഞിനെ ഇങ്ങുതാ എന്ന് പറഞ്ഞ അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു. എനിക്കൊരു മയക്കം വന്നപ്പോൾ ആ അവസരം നിങ്ങൾ മുതലാക്കിയല്ലേ? ഞാൻ എങ്ങനെയാ ബോധം കെട്ടേന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് ഉത്തരം പറയാം. ഞാനൊരു കാര്യം പറയാം. ബോധം കെട്ടു എന്നല്ല, ഞാൻ ഇനി ചത്ത് കിടന്നാൽ പോലും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു പോകരുത് എന്ന് പറഞ്ഞ് കുഞ്ഞുമായി അവിടെ നിന്ന് പോവുകയാണ് ആതിര. സേതു അർച്ചനയോട് പറയുന്നു. ആതിര പറയുന്നത് കേട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. അവളുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ, അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട. സന്ദീപ് എവിടെയെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വരുവച്ചാ എന്ന് അർച്ചനയും. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നിന്നോട് പഞ്ച് ഡയലോഗ് അടിക്കാറാണ് പതിവ്. ആ പതിവ് ഇന്ന് ഞാൻ തെറ്റിക്കുകയാണ്. ജീവശവമായിട്ട് നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ കൊല്ലുന്നില്ല. ഇപ്പോൾ അർച്ചനയുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേര് അവന്തിക എന്നല്ല, ഇനിയും പേരിടാത്ത ആ കുഞ്ഞാണ്. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് നിന്നെ തകർത്ത ആ കൈക്കുഞ്ഞ്. ഇത്രയും പറഞ്ഞ് ഒരു പുഞ്ചിരിയുമായി വളരെ സന്തോഷത്തോടെ അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്ന മനസ്സുമായി നിൽക്കുകയാണ് അർച്ചന. അർച്ചന അവിടെ നിന്ന് കരയുകയാണിപ്പോൾ. തുടർന്ന് അർച്ചന മുറിയിലേക്ക് വന്ന് കതകടച്ചു. ശേഷം ആ മരുന്ന് ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. ധനുഷ് ലോക്കപ്പിലാണ്. തൊട്ടരികിൽ മറ്റൊരാളും ഇരിപ്പുണ്ട്. മാഷ് ഉറങ്ങുന്നില്ല എന്ന് അയാൾ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു, ഉറങ്ങാം, കിടന്നാലും ഉറക്കം വരത്തില്ല. ഇവിടെ നിറങ്ങിയതിനു ശേഷം മനസ്സമാധാനത്തോടെ ഉറങ്ങണം. ഈ സമയം പോലീസ് ധനുഷിനെ വിളിച്ചു. തന്നോട് അവന്തിക മേഡം അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. കൂടുതൽ കഥയൊന്നും പറയാതെ പെട്ടെന്ന് ഫോൺ വെച്ചോണം, ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ പണി പോകുന്ന കേസാണ്. ദാ പിടിക്കെന്ന് പറഞ്ഞ് ഫോൺ ധനുഷിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ധനുഷ് അവന്തികയെ ഫോൺ ചെയ്തു. ഒരു കാര്യം പറയാനാ നിന്നോട് വിളിക്കാൻ പറഞ്ഞത്. നിന്റെ ജാമ്യത്തിന്റെ കാര്യം ഏകദേശം റെഡിയായെന്ന് വക്കീല് വിളിച്ച് പറഞ്ഞു. അതറിയിക്കാനാ വിളിക്കാൻ പറഞ്ഞത് എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് ഒന്നും മിണ്ടുന്നില്ല. നീ എന്താ മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? നീ എന്താ വിചാരിക്കുന്നത്? നിന്നെ അകത്തിട്ടിട്ട് ഞാനിവിടെ സന്തോഷത്തോടെ കഴിയാണെന്നോ? നിന്നോടുള്ള എൻ്റെ ഇഷ്ടത്തെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതും നീ വിശ്വസിക്കണം. രണ്ട് ദിവസം കഴിയുമ്പോൾ നീ പുറത്തുണ്ടാകും, ഉറപ്പ്. നിന്റെ ഈ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് എന്നോടുള്ള ഇഷ്ടം പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ധനുഷ്. നീ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 ദിവസം ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു. പോലീസ് അവിടേക്ക് വന്നപ്പോൾ ധനുഷ് ഫോൺ കൊടുത്തു. ധനുഷ് അവിടേക്ക് പോയി ഇരിക്കുന്നു. തൊട്ടടുത്ത ആളോട് പറയുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോകുമെന്ന്. മാഷി പോയാൽ ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ. എനിക്ക് ഇനിയുണ്ട് 10-12 ദിവസം. ഇവിടുന്ന് വീട്ടിലോട്ടാണോ അതോ ഇനി തിരിച്ചിങ്ങോട്ടാണോ എന്ന് ഒരു പിടിയുമില്ല.
ധനുഷ് പറയുന്നുണ്ട്, ഞാൻ പോകുമ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരും. അത്രയ്ക്ക് സംഭവമല്ലേ നാട്ടിൽ നടക്കുന്നത്? അല്ല മാഷ് എങ്ങനെയാ അകത്തായത്, അത് പറഞ്ഞില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നു. ധനുഷ് ഒന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അർച്ചന ഇങ്ങനെ സങ്കടത്തോടെ ഊഞ്ഞാലിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതാണ് ഇപ്പോൾ അർച്ചന ആലോചിക്കുന്നത്. സച്ചി അവിടേക്ക് വന്നു. രാത്രിയിൽ ഇരുട്ടത്തേക്ക് നോക്കിയിരുന്ന് സ്വപ്നം കാണുകയാണോ? വെറുതെയല്ല, എനിക്കറിയാം കാര്യം എന്താണെന്ന് എനിക്ക് സച്ചി പറയുന്നു. ഇരിക്കട്ടെ. സങ്കടത്തോടെ അർച്ചന സച്ചിയെ നോക്കി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.